റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ റാഡിക്കൽ റീഡിങ്ങും ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ മേജർ ചക്രാസും മൈനർ ചക്രാസും ഉൾപ്പെടുന്നു. ഇന്ന് എന്താണ് പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ചക്ര ലെഫ്റ്റ് ക്ലാരിറ്റി ചക്ര, ഇടതുവശത്തെ വ്യക്തത ചക്രം. റിമൈൻഡർ ഫോർ ക്ലാരിറ്റി ഇൻ ആക്ഷൻ. പ്രവൃത്തികൾ തികഞ്ഞ വ്യക്തതയോടെ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ. മെറ്റാഫിസിക്കൽ തലത്തിൽ, അതിഭൗതിക തലത്തിൽ എന്താണ് പ്രപഞ്ചത്തിന് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നാം എല്ലാവരും അന്തർലീനമായ അവബോധമുള്ളവരും ഉചിതമായ പ്രവർത്തനഗതിയും അറിയുന്നവരുമാണ്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസമില്ല. ഒപ്പം അവബോധജന്യമായ ഒരു കോൾ എടുക്കുന്നതിനുള്ള നമ്മുടെ കഴിവിലും. പകരം ഭാവിയിൽ സ്വയം കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു. തെറ്റായ മാർഗനിർദ്ദേശത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. തെറ്റായ പ്രവർത്തനഗതിയുടെ അനന്തരഫലങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാകുന്നു. നിങ്ങൾ ശാന്തമാവുകയും സ്വയം സമ്മർദ്ദം ചെലുത്താതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ അവബോധജന്യമായ എല്ലാ ഉത്തരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നും വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ശരിയായ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളൊന്നുമില്ല. കേവലം പ്രവർത്തനങ്ങളും അവയുടെ പരിണിത ഫലങ്ങളും. അനന്തരഫലങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഭാവി പ്രവർത്തന ഗതിയെക്കുറിച്ച് വ്യക്തമായി പറയാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സ് മൂടുന്നു. വികാരങ്ങൾ കൈകാര്യം ചെയ്യുക. വളരെ ശാന്തമായി എത്രയും വേഗം ഒരു കോൾ എടുക്കുക. കഴിയുന്നതും വേഗം നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമായ സമയവും ലഭ്യമായ പ്രവർത്തന നിമിഷവും നിങ്ങളുടെ മികച്ചതും സംഭാവന ചെയ്യുന്നതിനും സേവിക്കുന്നതിനും കൂടാതെ പ്രകടനം നടത്തുന്നതിനുമുള്ള അവസരവും പ്രയോജനപ്പെടുത്തുക. അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം. 21 ടൈംസാണ് നമ്മൾ ഈ അഫർമേഷൻ ചാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിനോടൊപ്പം ചാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാം. ഇനി നിങ്ങൾക്കിത് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ ഉത്തരമാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഫീൽ ചെയ്യുന്നെങ്കിൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ എഴുതാവുന്നതും ആണ്. അപ്പം നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് കിടക്കാം. വളരെ ശ്രദ്ധാപൂർവം അഫർമേഷൻ ചാൻഡിങ് കേട്ടിരിക്കുക. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. 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 ഞാൻ പൂർണ്ണ വ്യക്തതയോടെ
നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. ഞാൻ പൂർണ്ണ വ്യക്തതയോടെ നടപ്പിലാക്കുന്നു, പ്രവർത്തിക്കുന്നു, നിർവഹിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾക്കും തികഞ്ഞ വ്യക്തത വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു.